ഹലോ ഗായ്സ്, നമുക്കിതിൻ്റെ മോര് കറിയായാലോ. പെട്ടെന്ന് തന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. തേങ്ങ വേണം, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, ഇഞ്ചി, കുഞ്ഞുള്ളി, പിന്നെ തൈര് വേണം കേട്ടോ. നമുക്ക് കുറേശ്ശെ കുഞ്ഞുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും ഒക്കെ ജാറിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഉപയോഗിച്ച് അരയ്ക്കാം, പക്ഷെ ഞാൻ തൈര് ഉപയോഗിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് പെട്ടെന്ന് നല്ല രീതിയിലൊന്ന് അരിഞ്ഞ് കിട്ടിയ ശേഷം നമുക്ക് ബാക്കി ഇരിക്കുന്ന തൈരോട് ആഡ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങായിട്ട് അരയ്ക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയും ചെയ്യാം. അത് കഴിഞ്ഞ് ഒരിക്കലും തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാവേനേ പാടുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉപ്പൂടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കടുക് വറുക്കാം നമുക്കതിന് ശേഷം. കടുക് വറുക്കുക, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഞാൻ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. അതുകൂടെ ചേർത്ത് നമ്മൾ ഈ കടുക് വറുത്ത് മോരിനകത്ത് ഒഴിക്കുക. അപ്പോഴേക്കും നമ്മൾ സ്വാദിഷ്ടമായ മോര് കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻറ്റിൽ വന്നിട്ടാൽ മതിയാവും.